വി ഒരു ഫൈനൽ ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് ആണെങ്കിൽ വിൻ്റെ ഡയമെൻഷനും അതിൻ്റെ ഡ്യുവൽ സ്പേസ് ആയ വി പ്രൈമിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്തു. അതായത് വി ഈസ് ഐസോമോർഫിക് ടു ഇറ്റ്സ് ഡ്യുവൽ സ്പേസ് വി പ്രൈം. ഇത് വളരെ ഈസിയായ രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്തത്. ഇനി ഇതൊക്കെ ഒന്ന് ഓർത്തെടുത്തോളൂ. വി പ്രൈം അതായത് വിൻ്റെ ഡ്യുവൽ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫംഗ്ഷൻസ് ഓൺ വി. അതായത് വിന്ന് അതിൻ്റെ അണ്ടർലൈൻ ഫീൽഡായ എഫിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷനാണ് വി പ്രൈം അഥവാ ഡ്യുവൽ സ്പേസ് ഓഫ് വിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വിൻ്റെയും വി പ്രൈമിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആണെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ വി പ്രൈമിനൊരു ബേസിസ് ഒന്നും നമ്മൾ അവതരിപ്പിച്ചില്ല. ഈ വീഡിയോ നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ്. അതായത് വിക്ക് ഒരു ബേസിസ് തന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായ രീതിയിൽ വളരെ നാച്ചുറൽ തിങ്കിങ്ങിലൂടെ വി പ്രൈമിന് ഒരു ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ ചെയ്തിട്ട് സപ്പോസ് v1 എക്സെട്ര vn ഈസ് എ ബേസിസ് ഓഫ് വി. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? വിൻ്റെ ഈ ബേസിസ് ഉപയോഗിച്ചിട്ട് വി പ്രൈമിനൊരു ബേസിസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വി പ്രൈമിൻ്റെ ആ ബേസിസിൽ എത്ര വെക്റ്റേഴ്സ് ഉണ്ടാവും? നോക്കുക, വിൻ്റെയും വി പ്രൈമിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ അല്ലേ? അപ്പോൾ വിൻ്റെ ബേസിസിൽ n വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വി പ്രൈമിൻ്റെ ബേസിസിലും എത്ര വെക്റ്റേഴ്സ് ഉണ്ടാവും? n വെക്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ബേസിസിലെ വെക്റ്റേഴ്സിനെ നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ വിളിക്കാം v1 എക്സെട്ര vn. ഇങ്ങനെ n വെക്റ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം ആസ് എ ബേസിസ് ഫോർ വി പ്രൈം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ v1 എന്താ എക്സെട്ര vn എന്താ നമ്മൾ പറയണം. ഒക്കെ റെഡിയാണല്ലോ? പോസ് ചെയ്ത് ഇങ്ങനെ ആലോചിക്കട്ടോ. സോ നമുക്കത് ആലോചിക്കാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ നമ്മൾ ഈ ഫീകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇവിടെ ഈ വി പ്രൈമിൻ്റെ ഡയമെൻഷൻ എത്ര നമുക്കറിയാം അല്ലേ? ബൈ ദിസ് റിസൾട്ട് വി പ്രൈമിൻ്റെ ഡയമെൻഷൻ n ആണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഏത് n ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് കിട്ടിയാലും അത് വി പ്രൈമിൻ്റെ ബേസിസ് ആയിരിക്കും. അപ്പോൾ ഈ ഫീകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്താൽ മതി? ഈ v1 എക്സെട്ര vn ഇൻഡിപെൻഡൻ്റ് ആയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്താൽ മതി. അത് വി പ്രൈമിൻ്റെ ബേസിസ് ആയിക്കോളും. അത് വലിയൊരു അഡ്വാൻറ്റേജ്. സ്പാനിങ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട. നമ്മൾ v1 എക്സെട്ര vn ഉണ്ടാക്കുമ്പം അവ ഇൻഡിപെൻഡൻ്റ് ആയ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വി പ്രൈമിൻ്റെ ബേസിസ് ആയിക്കോളും. റെഡിയാണല്ലോ? ഓക്കെ, നൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ v1 കൺസ്ട്രക്ട് ചെയ്യാം, v1 ഡിഫൈൻ ചെയ്യാം. ഓർക്കണം, v1 എന്ന് പറഞ്ഞാൽ എന്താണ്? വിന്ന് എഫിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്മിഷനാണ്. അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് അല്ലേ? v1. ഇനി ഈ വിൻ്റെ ഒരു ബേസിസ് നമ്മുടെ കയ്യിലുണ്ട്, v1 എക്സെട്ര vn. അത് ഞാൻ ഇവിടെ മാറ്റി തരട്ടെ. v1 എക്സെട്ര vn ഇതാണ് നമ്മുടെ വിൻ്റെ ബേസിസ്. അപ്പം ഈ v1 ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ വിൻ്റെ ബേസിസിൻ്റെ ഇമേജസ് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? ലീനിയർ ട്രാൻസ്മിഷൻ ഡിഫൈൻ ചെയ്യുമ്പം ബേസിസിൻ്റെ ഇമേജസ് മാത്രം പറഞ്ഞാൽ മതി, നമുക്കറിയാം. അപ്പോൾ ഈ v1 എക്സെട്ര vnന് ഇവിടെ എഫ് എന്ന് ഏറ്റവും സിമ്പിളായ രീതിയിൽ എങ്ങനെ ഇമേജസ് കൊടുക്കാം നിങ്ങളൊന്ന് പോസിറ്റ് ആലോചിച്ച് നോക്കുക. ഏറ്റവും സിമ്പിളായ രീതി. അപ്പോൾ ചിലപ്പോൾ ചില ചിന്തിക്കുന്നുണ്ടാവും ഈ v1 എക്സെട്ര vnന് ഇവിടുന്ന് കൊടുക്കാവുന്ന ഏറ്റവും സിമ്പിൾ ഇമേജസ് എന്തായിരിക്കും? v1ന് ഇവിടുത്തെ 0 കൊടുക്കുക അല്ലേ? v1ന് 0 എക്സെട്ര vn എല്ലാവർക്കും 0 കൊടുക്കുക. അങ്ങനെ നമുക്ക് v1 ഡിഫൈൻ ചെയ്യാം. പക്ഷേ അതിവിടെ പറ്റുമോ? ഈ v1 എക്സെട്ര vnനൊക്കെ ഇവിടുത്തെ 0 കൊടുത്തു കഴിഞ്ഞാൽ v1 അപ്പം എന്തായി പോവും? വിന്ന് എഫിലേക്കുള്ള 0 ട്രാൻസ്ഫോർമേഷൻ ആയി പോവും. അതായത് വി പ്രൈമിലെ 0 വെക്ടർ ആയി പോവും v1 അല്ലേ? 0 വെക്ടർ ബേസിസ് പറ്റുമോ? പറ്റൂല. അപ്പോൾ v1 ഡിഫൈൻ ചെയ്യുമ്പം എല്ലാ വികൾക്കും 0 കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ നെക്സ്റ്റ് പോസിബിൾ ഏറ്റവും സിമ്പിൾ രീതി എന്തായിരിക്കും? എല്ലാ വികൾക്കും 0 കൊടുക്കുന്നതിന് പകരം ഈ ആദ്യത്തെ v1ന് മാത്രം നോൺ 0 കൊടുക്കുക. ആ v1ന് എഫിൽ 1 കൊടുത്തുകൂടെ? ഔട്ട്പുട്ട് ഏറ്റവും സിമ്പിളായ രീതി അതല്ലേ? v1ന് മാത്രം 1 കൊടുക്കുക, ബാക്കിയുള്ള എല്ലാവർക്കും 0 കൊടുക്കുക. അങ്ങനെ നമുക്ക് v1 ഡിഫൈൻ ചെയ്തൂടെ? അപ്പോൾ v1 ഒരു നോൺ 0 വെക്ടറാണ്. അത് ബേസിസിലെ ആദ്യത്തെ വെക്ടർ ആവാം, നോ പ്രോബ്ലം. വെരി ഗുഡ്. ഇനി ഇതേപോലെ അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഇമേജസ് എഴുതിട്ടോ. അപ്പോൾ v1ൻ്റെ ഔട്ട്പുട്ട് 1, ബാക്കിയുള്ളവരൊക്കെ ഔട്ട്പുട്ട് 0 അല്ലേ? v1 ഓഫ് കൃത്യമായിട്ട് എഴുതുമ്പം v1 ഓഫ് vi ഈക്വൽ ടു 1 if I equal to 1, 0 otherwise. ഇങ്ങനെ ഇതാണ് എൻ്റെ v1ൻ്റെ ഡെഫിനിഷൻ. ഇനി v2 കൂടെ പോസ് ചെയ്ത് ആലോചിച്ച് നോക്കുക എങ്ങനെ ഡിഫൈൻ ചെയ്യുക? v2 കുറച്ച് നേരം ആലോചിച്ചാൽ മതി. നിങ്ങൾ സിമ്പിളായിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യുക. അതായത് v2 v1നെ 0ലേക്ക് മാപ്പ് ചെയ്യും, v2നെ മാത്രം 1, ഇവിടെ v1നെ മാത്രം 1ലേക്ക് പറഞ്ഞാൽ v2 എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ? v2നെ മാത്രം 1ലേക്ക്, ബാക്കിയുള്ള എക്സെട്ര vnന് ഒക്കെ 0ലേക്ക്. അതായത് v2നെ മാത്രം 1 ഔട്ട്പുട്ട് കൊടുക്കുക, ബാക്കിയുള്ളവർക്കൊക്കെ 0 കൊടുക്കുക. ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. കാരണം എന്താ അറിയോ? നമുക്കറിയാം ഇത് അവസാനം ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ v1 v2 എക്സെട്ര vn എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ v2 ഡിഫൈൻ ചെയ്യുമ്പോൾ അത് v1ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ പാടില്ല എന്നുള്ളൊരു ശ്രദ്ധ നമുക്ക് വേണം.
V2ൻ്റെ ഔട്ട്പുട്ട് 1 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് Phi1ൻ്റെ മൾട്ടിപ്പിൾ ആകുമോ? Phi1ൻ്റെ ഏത് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ V2നെ 0ലേക്ക് തന്നെ മാപ്പ് ചെയ്യുക. പക്ഷേ നമ്മുടെ V2നെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്തത്? 1ലേക്കാണ്. അപ്പം Phi1ൻ്റെ ഒരു മൾട്ടിപ്പിളും ആയിട്ട് ആര് വരില്ല? Phi2 വരില്ല. അപ്പം Phi1ൻ്റെ സ്പാൻ ഇല്ലാത്തൊരു വെക്ടറാണ് Phi2. അപ്പോൾ Phi1 Phi2 എന്താവും? ഇൻഡിപെൻഡൻ്റ് ആവും. ഇനി Phi3 എങ്ങനെ ഡിഫൈൻ ചെയ്യും? സിമിലർലി അത് V3നെ മാത്രം, അതുകൂടി ഞാൻ ഇവിടെ എഴുതാം. Phi3 ഡിഫൈൻ ചെയ്യുമ്പോൾ V1 എക്സെട്ര ബേസിസ് ഇവിടെ എഴുതി. എന്നിട്ട് അതിൽ എന്താ പറയുക, V3 മാത്രം, ഇവിടെ V1 മാത്രം 1ലേക്ക്, V2 മാത്രം 1ലേക്ക്, Phi3 ആകുമ്പോൾ V3 മാത്രം 1ലേക്ക്, ബാക്കിയുള്ളവരൊക്കെ ഔട്ട്പുട്ട് 0. ഈ ട്രാൻസ്ഫോർമേഷൻ എടുക്കുക. ഇത് ഈ Phi1 Phi2 ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ലേ? കാരണം Phi1 Phi2ൻ്റെ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും ആ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും V3ന് 0ലേക്കാണ് മാപ്പ് ചെയ്യുക. Phi1 നിങ്ങൾ ഏതൊരു സ്ക്വയറോട് മൾട്ടിപ്ലൈ ചെയ്ത് Phi2നെ വേറെ സ്ക്വയറോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കമ്പൈൻ ചെയ്യുക. ആ കോമ്പിനേഷൻ, അതായത് λ1 Phi1 പ്ലസ് λ2 Phi2 നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ആ കോമ്പിനേഷൻ ഓൾവേസ് V3നെ 0ലേക്കാണ് മാപ്പ് ചെയ്യുക. പക്ഷേ നമ്മുടെ V3നെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിന് രണ്ടിൻ്റെയും സ്പാനിൽ വരാത്ത ഒരാളാണ് Phi3. അപ്പം Phi1 Phi2 Phi3 എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഇങ്ങനെ എക്സെട്രാ ലാസ്റ്റ് Pn എങ്ങനെ ഡിഫൈൻ ചെയ്യും? Pn ഡിഫൈൻ ചെയ്യുമ്പം V1ൻ്റെ ഇമേജ് 0 എക്സെട്രാ എല്ലാവരും ഇമേജ് 0, അവസാനത്തെ Vnൻ്റെ ഇമേജ് മാത്രം 1. ഇത് ഇതേപോലെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് തൊട്ടുമുമ്പത്തേരുടെ സ്പാനിലൊന്നും വരാത്തൊരു വെക്ടറാണ് Pn. അപ്പം Phi1 Phi2 എക്സെട്രാ Pn നമുക്ക് എന്ത് കിട്ടി? ഇൻഡിപെൻഡൻ്റ് ആയി കിട്ടി. സോ V പ്രൈമിലെ n ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത Phi1 എക്സെട്രാ Pn. അതുകൊണ്ട് തന്നെ ഇത് V പ്രൈമിൻ്റെ ഒരു ബേസിസാണ്. ഇവിടെ ആലോചിക്കണം, നമ്മൾക്ക് Vൻ്റെ ഒരു ബേസിസ് തന്നു. ആ ബേസിസ് ഉപയോഗിച്ചിട്ട് V പ്രൈമിന് ഉണ്ടാക്കാവുന്ന ഏറ്റവും സിമ്പിളായ ബേസിസാണിത്. നിങ്ങൾ ഈ വഴികളൊന്നുകൂടെ ആലോചിച്ച് നോക്കൂ. ഇതിൽ പരം സിമ്പിളായിട്ട് V പ്രൈമിന് ഒരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റുമോ ഈ ബേസിസ് ഉപയോഗിച്ചിട്ട്? ഇല്ല, മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ബേസിസിന്, അതായത് ഈ ബേസിസ് ഉപയോഗിച്ചിട്ട് V പ്രൈമിന് ഉണ്ടാക്കിയ ഈ ഒരു പെർട്ടിക്കുലർ ബേസിസിന് ഒരു പേരുണ്ട്, ഒരു സ്പെഷ്യൽ പേരുണ്ട്. ആ പേരാണ് ഡ്യുവൽ ബേസിസ് ഓഫ് ദിസ് ബേസിസ്. അപ്പോൾ ഇതിനെ ഞാൻ ബീറ്റ എന്ന് വിളിക്കാൻ വിചാരിക്കാം. അപ്പോൾ ഇതിനെ ബീറ്റ സ്റ്റാർ എന്ന് വിളിക്കാം. അപ്പോൾ ബീറ്റ Vൻ്റെ ബേസിസാണ്, ഓർക്കണം. അത് ഉപയോഗിച്ചിട്ട് V പ്രൈമിന് ഉണ്ടാക്കിയ ഈ ബേസിസിനെ നമ്മൾ ബീറ്റ സ്റ്റാർ എന്ന് വിളിക്കുക. ബീറ്റ സ്റ്റാറിനെ നമ്മൾ പറയുക ഈ ബീറ്റൻ്റെ ഡ്യുവൽ ബേസിസ് എന്നാണ്. സോ ബീറ്റ സ്റ്റാർ ഈസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, ഈസ് കോൾഡ് ഡ്യുവൽ ബേസിസ്. ഡി വേണേ ക്യാപിറ്റൽ ആയിക്കോളൂ, ഗ്രേഡിൽ പോയി. ഡ്യുവൽ ബേസിസ് ഓഫ് ബീറ്റ. അപ്പം Vൻ്റെ ഒരു ബേസിസ് ബീറ്റ എടുത്തു, അതിൻ്റെ ഡ്യുവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ആരുടെ ബേസിസ് ആയിരിക്കും? V പ്രൈമിൻ്റെ ബേസിസ് ആയിരിക്കും. അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി ഇവിടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തവർക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത Phi1 എക്സെട്രാ Pn ഇൻഡിപെൻഡൻ്റ് ആണ് ആ രീതിയിൽ ചൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് V പ്രൈമിൻ്റെ ബേസിസ് ആയിരിക്കും. പക്ഷേ ഇത് സ്പാനിങ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. അത് ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ഡയമെൻഷൻ എന്നാണ് നമുക്ക് അറിയുന്നതും കൂടി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ Phi1 എക്സെട്രാ Pn V പ്രൈമിനെ സ്പാൻ ചെയ്യുന്നുണ്ട് എന്ന് കൂടി നിങ്ങൾ കാണിക്കണം. അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി കോച്ചിങ് ചെയ്തവർ അതൊക്കെ ചെയ്തിട്ട് ക്യാച്ച് തരണം കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബേസിസ് ഉപയോഗിച്ചിട്ട് V പ്രൈമിന് നമ്മളിങ്ങനെ ഏറ്റവും സിമ്പിളായ രീതിയിലൊരു ബേസിസ് ഉണ്ടാക്കി. അത് നമ്മൾ ഡ്യുവൽ ബേസിസ് എന്നൊക്കെ വിളിച്ചു. എനിക്ക് ഇതല്ല, അതേ ബേസിസ് ഉപയോഗിച്ചിട്ട് ഈ ഡ്യുവൽ ബേസിസ് അല്ലാതെ, അതായത് ഇങ്ങനത്തെ ഈ ബേസിസ് അല്ലാതെ മറ്റൊരു ബേസിസും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ക്യാച്ച് തരണം. ഒക്കെ സിമ്പിൾ ചോദ്യം തന്നെയാണ്, എനിക്ക് ഒന്നുകൂടി ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ Vൻ്റെ ഈ ബേസിസ് ഉപയോഗിച്ചിട്ട് മറ്റൊരു ബേസിസ്, ഡ്യുവൽ ബേസിസ് അല്ലാതെ, അതായത് ഇങ്ങനത്തെ ഫീകളല്ലാത്ത മറ്റൊരു ബേസിസ് ഉണ്ടാക്കി എനിക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ചോദിക്കാം. അടുത്ത വീഡിയോ കാണാം.